അഡിക്ഷൻ ആൻഡ് റിക്കവറി മാസ്റ്റർ കോഴ്സ് ക്ലാസ്സിൻ്റെ 3ാമത്തെ മോഡ്യൂളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സയൻസ് ഓഫ് അഡിക്ഷൻ, ലഹരിയുടെ ശാസ്ത്രം, തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് പഠിക്കുക അല്ലേ. അങ്ങനെ അങ്ങോട്ട് പഠിച്ചാൽ മതിയോ? പഠിച്ചത് നമ്മൾ അപ്ലൈ ചെയ്യണം, നമ്മൾ ഷെയർ ചെയ്യണം, നമ്മളെ രക്ഷപ്പെടുത്താൻ, നമ്മൾ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കണം. ഈ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള കമ്പ്യൂട്ടർ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടായി വരുന്ന സംഭവങ്ങളാണോ? നോ 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 നോ. ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് തലയിൽ കൈവെക്ക്. ഈ തലയോട്ടിക്കുള്ളിൽ കിടക്കുന്ന ഈ തലച്ചോറാണ്. ഒരു വ്യക്തി കുടുംബവും ജോലിയും ആരോഗ്യവും നഷ്ടപ്പെട്ടിട്ടും നമുക്കറിയാം എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നത് നിർത്താൻ കഴിയുന്നില്ല. എത്രയോ ആൾക്കാരുണ്ട്, മികച്ച ജോലി ഉണ്ടായിരുന്നു, വരുമാനം ഉണ്ടായിരുന്നു, നല്ല സാമ്പത്തിക സ്ഥിതിയായിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള കുടുംബം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്ട്രീറ്റിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവനായി ജീവിച്ച് അവസാനം ലഹരി കൊണ്ട് തന്നെ മരണമടഞ്ഞ ഒരുപാട് ലഹരിയുടെ രക്തസാക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം എവിടെയാണ്? നമ്മുടെ തലച്ചോറിലാണ്. നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം, 86 ബില്യൺ നാഡീകോശങ്ങളുണ്ട്. എത്ര? 86 ബില്യൺ. നമ്മുടെ ഓരോ തീരുമാനവും ഡിസിഷൻസ് ആരംഭിക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്. സാധാരണയായിട്ട് നമ്മൾ തലച്ചോറിന് സാധാരണ സന്തോഷങ്ങൾ ലഭിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുക, നമ്മൾ വ്യായാമം ചെയ്യുക, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക. പക്ഷേ ലഹരി വസ്തുക്കൾ എന്ത് ചെയ്യും? ഈ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ തലച്ചോറിൻ്റെ സംവിധാനത്തെ അങ്ങ് ഹൈജാക്ക് ചെയ്യും, തട്ടിയെടുക്കും. അവ എന്തായും അസ്വാഭാവികമായിട്ടുള്ള വലിയ സന്തോഷങ്ങൾ സൃഷ്ടിക്കും. ക്രമേണ നമ്മുടെ തലച്ചോറിന് ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. ലഹരിയാണ് ജീവിതത്തിൻ്റെ എല്ലാം എന്ന് തെറ്റായി വിശ്വസിക്കുന്നൊരു സാഹചര്യം വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക്, അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറ് മാറുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം നൽകുന്ന ഒരു 5 ഹെൽത്തി കാര്യങ്ങളൊന്ന് എഴുതി വെക്കുമോ? ഇനി നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഡോപ്പമിൻ, പ്രചോദനത്തിൻ്റെ രാസപദാർത്ഥത്തെക്കുറിച്ചാണ്. മോട്ടിവേഷണൽ കെമിക്കൽ. എപ്പോഴും ആരും മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഹോർമോണാണ് എന്നാണ്. നോ 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 നോ. ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രചോദനത്തിൻ്റെ രാസപദാർത്ഥമാണ്, മോട്ടിവേഷണൽ കെമിക്കലാണ്. നല്ല പ്രവൃത്തികൾ ആവർത്തിക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ ലഹരി വസ്തുക്കൾ അസാധാരണമായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഡോപ്പമിനെ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്താവും? ഈ ഡോപ്പമിൻ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും 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 കിട്ടാനുള്ള ഒരാസക്തി ഉണ്ടാവും. അപ്പോൾ എന്താവും? ചെറിയ രീതിയിലൊക്കെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ ഇത് മനസ്സ് കൊടുക്കൂല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നമുക്ക് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കും, നമുക്കത് രസം തോന്നില്ല. സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇടപഴകുന്നത് ചിലപ്പോൾ രസം നൽകുന്നുണ്ടാവും, ഡോപ്പമിൻ പിടിച്ചിട്ടുണ്ടാവും, നമുക്കതിനോട് താല്പര്യം കുറയും. ഒരുപാട് ഹോബികൾ ഉണ്ടായിരുന്നു നമുക്ക്, ആ ഹോബികളൊക്കെ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ലഹരി മാത്രമാണ് എൻ്റെ സന്തോഷമെന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടാവും. ഇന്ന് നിങ്ങൾക്കോട് എനിക്ക് തരാനുള്ള ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേച്ചുറലായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എക്സസൈസ് ചെയ്തോ. നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം തന്നെ എന്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എനർജി അത് സമ്മാനിക്കും. എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങൾ പഠിച്ചോ, എന്തൊക്കെ ചെയ്യാം നമുക്ക് അല്ലേ? ഒരു പുതിയ ഭാഷ പഠിച്ചോ. ഹെൽപ്പിംഗ് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. നമുക്ക് പ്രിയപ്പെട്ട വ്യക്തികളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലും പാട്ടുകൾ കേൾക്കുക, ഇതൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും.
ടോളറൻസ്. എന്താണ് ടോളറൻസ്? ഇപ്പം നമുക്കൊരു ഉദാഹരണം, ഇത് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് ലഹരി ഉപയോഗിക്കുക, അതിൽ നിന്ന് കുറച്ചൊരു സന്തോഷം കിട്ടും, ആ അനുഭവം പിന്നീട് ലഭിക്കാതെ പോകുന്നൊരവസ്ഥയാണത്. അതേ ഫലം ലഭിക്കണമെങ്കിൽ പിന്നെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരിക. ഇതിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇത് അപകടകരമാണ്. കാരണം നമുക്ക് ഈ അളവ് കൂടുന്തോറും വിഷബാധയും മരണസാധ്യതയും വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് എന്തൊരു വസ്തുവിൻ്റെയും ഡോസ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് ഡേഞ്ചറസ് ആവുന്നത്? ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. അതിനൊരു ഉത്തരം അവിടെ എഴുതി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ വന്നൊരു പേഷ്യൻ്റാണ്. ആൽക്കഹോൾ ഉപയോഗമൊക്കെ നിർത്താൻ തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം വളരെ ഉത്കണ്ഠയോടെയും നല്ല വേർത്ത് അങ്ങനെ കൈകളൊക്കെ അങ്ങനെ തരിച്ച് ഇറിറ്റബിളായിട്ട് വിഷാദത്തോടെ ഓക്കാനും ഒക്കെ ആയിട്ട് അവിടെ വരികയാണ്. അവരുടെ കൂട്ടത്തിൽ ആരൊരാൾ പറയുന്നുണ്ട്, ഡോക്ടറെ അത് മദ്യം കിട്ടാത്തത് കൊണ്ടാണ്, നമുക്ക് കൊടുക്കി മദ്യം. ക്രേവിങ് ഉണ്ടാവുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് വിത്ത്ഡ്രോവൽ സിംറ്റംസ്. ലഹരി നിർത്തുമ്പം ഉണ്ടാകുന്ന ഒരുപാട് ലക്ഷണങ്ങൾ. ലഹരി നിർത്തുമ്പം നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യും? വീണ്ടും അതിന് മുമ്പ് കിട്ടിയിരുന്ന ആ ഒരു പ്ലഷറബിൾ അവസ്ഥയിലേക്ക് നിലനിൽക്കാനും മടങ്ങാനും വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കാണുന്ന ലക്ഷണങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. എന്തൊക്കെ ലക്ഷണങ്ങൾ? ഉത്കണ്ഠ, വിറയൽ, വിയർപ്പ്, ഉറക്കക്കുറവ്, അസ്വസ്ഥതകൾ, വിഷാദം, ലഹരിയോടുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ക്രേവിങ്. ചില ലഹരി വസ്തുക്കൾ പെട്ടെന്ന് നിർത്തുന്നത് അപകടകരമായതിനാൽ ഇക്കാര്യത്തിൽ ഡോക്ടറുടെ നിർദ്ദേശം ആവശ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിത്ത്ഡ്രോവൽ സിംറ്റംസ്, ഇതിന് കോപ്പ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് ഒന്ന് ചർച്ച ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസ്, ഹൈഡ്രേഷൻ, വൈദ്യസഹായം സ്വീകരിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ലഹരി ഉപയോഗത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ട്രിഗറുകളെക്കുറിച്ചും അതിനോടുള്ള ക്രേവിങ്ങിനെക്കുറിച്ചുമാണ്. ലഹരിയുള്ള അത്യാഗ്രഹത്തെയും ആസക്തിയെയും കുറിച്ചാണ്. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന എന്തും ആവാം എന്നുള്ളതാണ്. ഇതിൽ ബാഹ്യമായിട്ടുള്ള ട്രിഗറുകളുണ്ട്, ആന്തരികമായിട്ടുള്ള ട്രിഗറുകളുമുണ്ട്. ബാഹ്യ ട്രിഗറുകൾ എന്താണ്? ഇപ്പം നിങ്ങൾക്ക് ലഹരി ഉപയോഗിക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിർത്താനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും സുഹൃത്ത് പറയുന്നത്, എടാ കുറച്ചുകൂടി കഴിക്കാം. പാർട്ടികൾ, മദ്യശാലകൾ, നിങ്ങൾ ലഹരി കാണുകയാണ്. ആന്തരികമായിട്ടുള്ള ട്രിഗറുകൾ എന്തൊക്കെയാണ്? മാനസിക സമ്മർദ്ദങ്ങൾ, ദുഃഖം, ഏകാന്തത, കോപം, ബോറടിക്കുക. ലഹരി ആഗ്രഹം സാധാരണ കുറച്ച് സമയത്തിനകം കുറയും. അത് മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് നിർത്താൻ പറ്റും. ആഗ്രഹം, ആ ട്രിഗറിന് നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഉറക്കെ പറയുക, സ്റ്റോപ്പ്. ഈ സ്റ്റോപ്പ് രീതിയാണ് നമ്മളെ ഓരോ കാര്യം. ഇങ്ങനത്തെ ഒരു ആസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ചെയ്താൽ മതി. കാരണം നമുക്ക് പറഞ്ഞല്ലോ, ഇതിനോടുള്ള ആസക്തി എന്ന് പറയുന്ന സംഭവത്തിന് വലിയ ആയുസില്ല. അത് പെട്ടെന്ന് തന്നെ നമുക്ക് കടിഞ്ഞാനിട്ടെടുക്കാൻ പറ്റും. അതിനാണ് ഈ സ്റ്റോപ്പ് ടെക്നിക്ക്. സ്റ്റോപ്പിലെ ആദ്യത്തെ അക്ഷരം എസ് ആണല്ലോ. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്റ്റോപ്പ്, എസ് ഫോർ സ്റ്റോപ്പ്, നിർത്തുക. നെക്സ്റ്റ് വാക്ക് എന്താണ്? ടി ആണ്. ടി മീൻസ് ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ഒരു ശ്വാസം ദീർഘമായിട്ടെടുക്കുക. നെക്സ്റ്റ് ഓ ആണ്. സ്റ്റോപ്പിൽ ഓ, ഒബ്സർവ്. നിങ്ങൾ മനസ്സിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെയും ആ ചിന്തകൾ സൃഷ്ടിക്കുന്ന വികാരങ്ങളെയും ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ പലതരം ചിന്തകളായിരിക്കും. നിങ്ങൾക്കൊരു വിഷാദം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ജീവിതം ഒന്നിനും പറ്റൂല. നിങ്ങൾക്ക് നാളെയെക്കുറിച്ചുള്ളൊരു ഉത്കണ്ഠ ഉണ്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കുകയാണ്, എൻ്റെ ജീവിതം പടച്ചോനെ, എനിക്ക് പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ, എൻ്റെ ജീവിതം എന്താവും? ഉത്കണ്ഠയാണ്.
നിങ്ങളെ തലച്ചോറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ തലച്ചോറിൻ്റെ സ്ക്രീനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ, ചിന്തകളാവുന്ന വാക്കുകൾ, അത് നിങ്ങളെ സ്വാധീനിക്കുകയും അത് വികാരങ്ങളായി മാറുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതൊന്ന് നിരീക്ഷിക്കുക, നിങ്ങളിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്യുക. എൻ്റെ തന്നെ ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി കോഴ്സുകളുണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. മലയാളത്തിലും ഇംഗ്ലീഷിലും ആ കോഴ്സുണ്ട്. അടുത്തത് സ്റ്റോപ്പിലെ ലാസ്റ്റ് അക്ഷരം എന്താണ്? പി ആണ്. പ്രൊസീഡ്. നിങ്ങളിപ്പം ഈ വികാരങ്ങളെ നിരീക്ഷിച്ചു, ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡായി ആരോഗ്യപരമായിട്ടുള്ളൊരു തീരുമാനം ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾക്ക് ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ആരോഗ്യപരമായിട്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ട്രിഗർ മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തൊരു വസ്തുവിനോടും അടിമപ്പെടാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഈ ട്രിഗറുകൾ എന്തൊക്കെയാണ്, എമോഷണൽ ട്രിഗേഴ്സ് എന്തൊക്കെയാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായപ്പോൾ, ഒരു പ്രണയ നൈരാശ്യം ഉണ്ടായിരിക്കാം, നിങ്ങൾ എന്തായിരിക്കാം, അപ്പം ഉണ്ടായ ബുദ്ധിമുട്ടിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു ലഹരി വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൻ്റെ ഗെയിം ഉപയോഗമോ അങ്ങനത്തെ എന്തും ആയിട്ട് അടിമപ്പെട്ടിട്ടുണ്ടാവുക. ഒന്ന് ചിന്തിക്കാം. സോഷ്യൽ ട്രിഗേഴ്സ് നിങ്ങളെ സുഹൃത്തുക്കൾ പ്രേരിപ്പിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹ്യത്തിൽ നിലനിൽക്കുന്ന ഒരു കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾക്ക് ലഹരി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിന് അടിമപ്പെടാനോ പ്രേരിപ്പിക്കപ്പെട്ടത്? എൻവയോൺമെൻ്റൽ ട്രിഗേഴ്സ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ. ഇനി എന്തൊരു ഹെൽത്തി ആൾട്ടർനേറ്റീവ് എനിക്ക് ചെയ്യാം? ലഹരി കിട്ടുന്നതിനേക്കാൾ ഉപരി അതിന് സഹായിക്കുന്നൊരു യാത്ര പോവുക, അതൊരു ആൾട്ടർനേറ്റീവാണ്. ലാഫ്റ്റർ യോഗ പ്രാക്ടീസ് ചെയ്യുക ആൾട്ടർനേറ്റീവാണ്. നിങ്ങൾക്കൊരു വിഷമം വരുമ്പം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന 3 വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? ഈ പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ്സ് ഒന്ന് പൂർത്തീകരിക്കുക. അത് നമ്മളെ മോഡ്യൂൾ 3 ഇവിടെ പൂർത്തീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ലഹരി തലച്ചോറിനെ മാറ്റിമറിക്കുമെങ്കിലും നമ്മുടെ തലച്ചോറിന് വീണ്ടും സുഖം പ്രാപിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഡോപ്പമിൻ ടോളറൻസ്, വിത്ത്ഡ്രോവൽ സിൻഡ്രോംസ്, ട്രിഗറുകൾ എന്നിവ മനസ്സിലാക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. ബോധവൽക്കരണമാണ് വീണ്ടെടുപ്പിൻ്റെ ആദ്യപടി. പിന്തുണയും നല്ല ശീലങ്ങളും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും.